പൊതുമേഖലാ സ്ഥാപനങ്ങളെ നഷ്ടത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും പ്രതീകങ്ങളായി അവതരിപ്പിക്കുന്ന പ്രവണതയാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. എന്നാൽ അത് തികഞ്ഞ തെറ്റിദ്ധാരണയാണെന്ന് തെളിയിക്കുകയാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSEB തുടർച്ചയായി പ്രവർത്തന ലാഭം രേഖപ്പെടുത്തിക്കൊണ്ട് ചരിത്രം രചിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സാധാരണ നിലയ്ക്ക് നഷ്ടത്തിലാണ് നമ്മുടെ കേരളത്തിൽ പോകുന്നത്. പക്ഷേ അതിനൊരു അപവാദം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് KSEB 4 വർഷത്തിൽ 3 വർഷവും ലാഭത്തിലാണ് പ്രവർത്തിച്ചത്. അത് ഇവിടുത്തെ ജീവനക്കാരുടെയും നല്ല മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ ചെലവ് ചുരുക്കി ഇലക്ട്രിസിറ്റി മേടിക്കുന്ന ഒരു നല്ല മെക്കാനിസം ഉണ്ടാക്കിയതുകൊണ്ടാണ് നമുക്കത് സാധിച്ചത്. അതിൽ പ്രത്യേകിച്ച് ജീവനക്കാരെയും ബന്ധപ്പെട്ട എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. (2021-22) സാമ്പത്തിക വർഷത്തിൽ 736.27 കോടി രൂപയുടെ പ്രവർത്തന ലാഭമാണ് KSEB നേടിയത്. എന്നാൽ തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിച്ച മഴ ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി വാങ്ങൽ ചെലവ് ഗണ്യമായി കൂടുന്ന സ്ഥിതിയുണ്ടായി. തൽഫലമായി 2022-23 1023.62 കോടി രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ഈ നഷ്ടത്തിന്റെ 75% 768 കോടി രൂപ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് KSEBയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ നിർണായകമായ ഇടപെടൽ നടത്തുകയുണ്ടായി. കൂട്ടായ പരിശ്രമത്തിന്റെയും കൃത്യമായ ആസൂത്രണത്തിന്റെയും ഫലമായി 2023-24 സാമ്പത്തിക വർഷത്തിൽ 218.51 കോടി രൂപയുടെ ലാഭം നേടാൻ KSEBക്ക് കഴിഞ്ഞു. കൂടുതൽ മെച്ചപ്പെട്ട നേട്ടമാണ് തൊട്ടടുത്ത സാമ്പത്തിക വർഷം കൈവരിക്കാനായത്. മുൻകാല നഷ്ടം സർക്കാർ ഏറ്റെടുത്തതിന്റെ ഭാഗമായി ലഭിക്കേണ്ട 494.29 കോടി രൂപ കൂടി ചേർത്ത് 571.22 കോടി രൂപയുടെ ലാഭമാണ് 2024-25 സാമ്പത്തിക വർഷത്തിൽ KSEB നേടിയത്. കേരളം പോലുള്ള സംസ്ഥാനത്ത് വൈദ്യുതി മേഖല ലാഭകരമാകുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത് വഴി KSEB എല്ലാ കാലത്തും നഷ്ടത്തിലാണ്. എന്നാൽ KSEBയിലെ ജീവനക്കാരുടെയും മാനേജ്മെന്റിന്റെയും കൃത്യമായ ഇടപെടലിന്റെയും സൂക്ഷ്മമായ നിരീക്ഷണത്തിന്റെയും പ്രവർത്തനത്തിന്റെ ഭാഗമായി 21-22 വർഷത്തിൽ പ്രവർത്തന ലാഭം കൈവരിക്കാൻ നമുക്ക് സാധിച്ചു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 3 വർഷവും ചരിത്രത്തിൽ ആദ്യമായി പ്രവർത്തന ലാഭം നേടിക്കൊണ്ടാണ് KSEBയുടെ പ്രവർത്തനം ഏറ്റവും നന്നായി മെച്ചപ്പെട്ടു പോയത്. അതിൽ വൈദ്യുതി വാങ്ങുന്ന കാര്യത്തിൽ കുറഞ്ഞ സമയം നോക്കി വൈദ്യുതി വാങ്ങാൻ, സ്വാപ്പ് സിസ്റ്റം പ്രാവർത്തികമാക്കാൻ, അങ്ങനെ വിവിധ രീതിയിലുള്ള ഇടപെടലുകൾ. കൃത്യമായ ആസൂത്രണത്തോടെ വൈദ്യുതി വാങ്ങൽ ചെലവിൽ വരുത്തിയ കുറവാണ് തുടർച്ചയായി പ്രവർത്തന ലാഭത്തിലെത്താൻ KSEBയെ സഹായിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന്. ആഭ്യന്തര വൈദ്യുത ഉൽപാദനം വർദ്ധിപ്പിക്കാനായതും വലിയ നേട്ടമായി. വളരെ കൂട്ടായ പ്രവർത്തനങ്ങൾ വഴിയാണ് ഈ ഒരു ടേൺ അറൗണ്ട് KSEBക്ക് സാധിച്ചത്. അതിൽ പ്രധാനമായും നമ്മുടെ പവർ പർച്ചേസ് കോസ്റ്റുകളിൽ വന്ന കുറവാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങൽ കരാറുകളിൽ ഏർപ്പെടുകയും അതോടൊപ്പം മഴക്കാലത്ത് തിരിച്ചു നൽകാം എന്ന വ്യവസ്ഥയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വേനൽക്കാലത്തേക്ക് ബാങ്കിംഗ് കരാറുകൾ വഴി വൈദ്യുതി എത്തിച്ചും വൈദ്യുതി വാങ്ങൽ എക്സ്ചേഞ്ചുകളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതി വാങ്ങിയും മൊത്തം വൈദ്യുതി വാങ്ങൽ ചെലവിൽ വരുത്തിയ കുറവാണ് ഇതിന് ഒരു പ്രധാന കാരണം. ഉയർന്ന പലിശ നിരക്കിലുള്ള വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിലുള്ള വായ്പകളുമായി സ്വാപ്പ് ചെയ്ത് പലിശ ഇനത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം AT&C ലോസ് നമ്മുടെ വൈദ്യുതി ശൃംഖല മെച്ചപ്പെടുത്തുന്നത് വഴി വിതരണ പ്രസരണ നഷ്ടം നല്ല രീതിയിൽ കുറയ്ക്കാനും KSEBക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ മേഖലകളിലും മികവാർന്ന പ്രവർത്തനം വഴിയാണ് KSEB ഈ ഒരു നേട്ടത്തിലേക്ക് മാറിയിരിക്കുന്നത്. ഇതിന്റെ ഗുണം ഭാവിയിൽ ഉപഭോക്താക്കൾക്ക് തന്നെ എത്തിച്ചേരുന്നതാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് KSEB തുടർച്ചയായി പ്രവർത്തന ലാഭത്തിലേക്ക് എത്തുന്നത്. കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള തികഞ്ഞ ജാഗ്രതയും പഴുതടച്ച ആസൂത്രണവും സമസ്ത തലങ്ങളെയും ബന്ധിപ്പിച്ചുള്ള കൂട്ടായ പരിശ്രമവുമാണ് ഈ വലിയ മുന്നേറ്റത്തിന് പിന്നിലെ ചാലകശക്തി.